നമ്മളിപ്പോൾ മൂന്നാറിലേക്കുള്ള യാത്രയിലാണ് കേട്ടോ. അപ്പോൾ എൻ്റെ പൈസ എന്തെങ്കിലും ഇരിക്കണമെന്ന് വെച്ചാൽ എനിക്ക് ഒട്ടും വയ്യ കേട്ടോ. ഞാൻ രാത്രിയാണ്, ഇരുട്ടാണ്, ലൈറ്റൊന്നും ഇടാൻ പറ്റില്ല, നമ്മൾ കാറിനകത്താണ് കേട്ടോ. അപ്പോൾ ചേട്ടന് അടൂരെത്തണേന് മുന്നേ ആയപ്പോഴത്തേക്കും ഒരു തലവേദനയും തലകറക്കവും ഉറക്കവും എന്തോ പോലെ ഒരു അസ്വസ്ഥത വന്നു. അങ്ങനെ നമ്മൾ വണ്ടി ഒരു റോഡ് സൈഡിൽ ഇങ്ങനെ പാർക്ക് ചെയ്തിട്ട് കടയിൽ ഫ്രണ്ട് ഇങ്ങനെ പാർക്ക് ചെയ്തിട്ട് നമ്മളെല്ലാം കിടക്കുവാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ കിടക്കുകയാണ്, അവർ എൻ്റെ ഫ്രണ്ടിൽ കിടക്കുകയാണ്. അപ്പോൾ എനിക്ക് കാവലായിട്ട് ഇവിടെ ആരാ ഉള്ളതെന്ന് വെച്ചാൽ നമ്മളെ കുറ്റിക്കുട്ടനാണ്. അപ്പോൾ അവനിങ്ങനെ നമ്മളിങ്ങനെ റോഡിലോട്ട് അവൻ കിടക്കുകയാണ്. അപ്പം എന്താണ് അവരിപ്പോൾ താഴത്തോട്ട് കിടക്കുന്നതെന്നോ ചോദിച്ചു കഴിഞ്ഞാൽ അവന് വണ്ടിക്കകത്ത് കിടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഭയങ്കരമായിട്ട് അവന് കിടക്കാൻ പറ്റുന്നില്ല. അവൻ എനിക്കും കിടക്കും, ചാടും, മറിയും, അങ്ങനെയൊക്കെ ആയപ്പോഴത്തേക്കും എനിക്കും ബുദ്ധിമുട്ട്, ഫ്രണ്ടിൽ ഇരിക്കുന്നവർക്കും ബുദ്ധിമുട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവനെ ഇങ്ങനെ താഴ്ത്തിട്ടപ്പോൾ അവൻ നല്ല റിലാക്സ് ആയിട്ടോ. അപ്പോൾ അവൻ നല്ല മര്യാദക്കുട്ടനായിട്ട് കിടക്കുകയാണ്. പിന്നെ നമ്മളെ എന്താണ് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അവൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് വേണ്ടിയിട്ട് അവൻ ഒരു അച്ഛ കേൾക്കണമെങ്കിൽ അവൻ കാതോത്ത് ഇങ്ങനെ ശ്രദ്ധിക്കണുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ എനിക്ക് ഭയങ്കര കൊതുവാണ്. അത് മാത്രമല്ല എനിക്ക് പീരീഡ്സ് ആവാൻ പോകുന്ന ഒരു അസ്വസ്ഥതയാണ്. എൻ്റെ കാലിൻ്റെ വണ്ണം മുഴുവനും ഉരുണ്ട് കയറിയിരുന്ന് എനിക്ക് ഭയങ്കര വേദനയും തലവേദനയും കാലുവേദനയൊക്കെ ആയിട്ട് ഭയങ്കര അസ്വസ്ഥതയാണ്. നല്ല വേദനയുണ്ട്. തിരിച്ചു പോയാലോ എന്ന് വരെ നമ്മൾ ആലോചിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് എനിക്കാണെന്നുണ്ടെങ്കിൽ എന്താണ് ഭയങ്കര കൊതുവും, ഞാൻ വണ്ടിക്കകത്ത് ഭയങ്കര ചൂടെന്ന് വെച്ചാൽ പറയാതിരിക്കാൻ പറ്റുന്നില്ല, അമ്മാതിരി ചൂട്. അപ്പോൾ ഇവനെ ഇപ്പോൾ താഴത്ത് കിടത്തിയപ്പോഴാണ് അവനൊന്ന് റിലാക്സായി കിടക്കുന്നത്. അപ്പോഴത്തേക്കും എനിക്ക് പാൽ തന്നിട്ട് അവനിങ്ങനെ നമുക്ക് വേണ്ടിയിട്ട് കാതോർത്ത് ശ്രദ്ധിച്ച് കിടക്കണം കണ്ടപ്പോൾ. അപ്പം ഞാൻ അവനോട് പറഞ്ഞു, ഞാൻ എണീച്ചിരിക്കാം, നീ കുറച്ച് ഉറങ്ങിക്കോ എന്ന് പറഞ്ഞു. നമ്മളീ പറയുന്ന ഭാഷയൊക്കെ അതിന് മനസ്സിലാവും കേട്ടോ. അങ്ങനെ ഞാൻ അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും അവൻ ജസ്റ്റ് ഒന്ന് കിടക്കണ പോലെ കാണിച്ചു കേട്ടോ. പക്ഷേ എങ്കിൽ അവൻ ഉറങ്ങണമെന്നില്ല, അവൻ്റെ ശ്രദ്ധ അതുപോലെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അവനെയും കൂടെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു നമ്മൾ. അപ്പോൾ ഞാൻ എണീറ്റിരുന്നിട്ട് അവനടുത്ത് ഉറങ്ങാൻ പറഞ്ഞു. അവൻ ജസ്റ്റ് ഉറങ്ങണ പോലെയൊക്കെ കാണിക്കുന്നുണ്ട്, പക്ഷേ ഉറങ്ങണമെന്നില്ല. അവൻ്റെ ശ്രദ്ധ മുഴുവനും നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലെ ഒരാളുടെ കെയറിങ് അനുഭവിക്കാൻ പറ്റി. അവൻ്റെ വിചാരം അവൻ എന്തോ വലിയ ഡ്യൂട്ടിയിലാണെന്നുള്ളതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റാ, ബൈ ബൈ.